വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്ത എത്തുന്നു. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വീണ്ടും പരാതി. പുതുമുഖ നടി അപർണ ജോൺസ് ആണ് പരാതി നൽകിയത്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ ലൈംഗിക ചുവയോടെ മോശമായി പെരുമാറിയെന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. നടി വിൻസി അലോഷ്യസ് പങ്കുവച്ച കാര്യങ്ങൾ സത്യമാണ് എന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി അമൽനാഥ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. അമൽ, ഈ ഷൈൻ ടോം ചാക്കോയുടെ വിഷയം നമ്മുടെ മുൻപിലുണ്ട്. ലഹരി കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ അയാൾക്കെതിരായ ആക്ഷേപങ്ങൾ സിനിമാ മേഖലയിൽ ഒത്തുതീർപ്പായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ മറ്റൊരു നടി കൂടി പരാതിയുമായി എത്തിയിരിക്കുന്നത്. അവരുടെ ആക്ഷേപം എന്താണ്? എന്ത് മോശം പെരുമാറ്റമാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നത്? വിൻസി അലോഷ്യസിന് പുറമെ മറ്റൊരു സിനിമ താരം കൂടി ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പുതുമുഖ നടിയായ അപർണ ജോസ് ആണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇവർ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ സൂത്രവാക്യം എന്ന സിനിമയിൽ ഇത്തരത്തിൽ ലൈംഗിക ചുവയോടെ തന്നോട് ഈ സിനിമാ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ പെരുമാറി എന്നാണ് ഈ താരം നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ വിൻസി അലോഷ്യസ് ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ സിനിമ സെറ്റിൽ ഈ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഷൈൻ ടോം ചാക്കോവിൻ്റെ വായിൽ നിന്നും വെള്ള പൊടി പുറത്തു വരുന്നത് കണ്ടിരുന്നു എന്നത് വിൻസി അലോഷ്യസ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം സത്യമാണ് എന്നതും കൂടിയാണ് നിലവിൽ അപർണ പറയുന്നത്. താനും ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ വായിൽ നിന്നും ഒരു വെള്ളപ്പൊടി പുറത്തു വരുന്നത് കണ്ടിരുന്നു എന്ന കാര്യമാണ് ഈ പുതുമുഖ നടി സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക്, താരസംഘടനയായ അമ്മയ്ക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു സംഭവം, അതായത് ലൈംഗിക ചുവയോടുകൂടി ഈ താരം, അതായത് ഷൈൻ ടോം ചാക്കോ അപർണയോട് പെരുമാറിയ ആ ഒരു സാഹചര്യത്തിൽ അത് ആ ഒരു ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ സിനിമയിലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള, അതായത് ഒരു കഥാപാത്രം ചെയ്യുന്ന അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാളോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അവർ ഈ ഒരു സംഭവത്തിൽ ഇടപെടുകയും അടുത്ത ദിവസം നടക്കേണ്ട അപർണയുടെ ഷൂട്ട് അന്നത്തെ ദിവസം തന്നെ അത് പൂർത്തീകരിച്ച് അപർണയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു നൽകി എന്നുമാണ് പറയുന്നത്. അത്തരത്തിൽ തനിക്ക് മറ്റുള്ളവരിൽ നിന്നും നല്ല സഹകരണം ലഭിച്ചിരുന്നു. പക്ഷേ ഈ ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ മോശമായ രീതിയിൽ തന്നോട് പെരുമാറിയിട്ടുണ്ട്. ലൈംഗിക ചുവയോടുകൂടി ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു വെള്ളപ്പൊടി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തു വരുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ താൻ കാണുകയും ചെയ്തിരുന്നു. വിൻസി അലോഷ്യസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും താനും കണ്ടിരുന്നു എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് നിലവിൽ അപർണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഇപ്പോൾ ലൈംഗികമായ അധിക്ഷേപം കേൾക്കേണ്ടി വന്നു എന്ന പരാതി ഈ പറയുന്ന നടി അപർണ താരസംഘടനയ്ക്ക് AMMയ്ക്ക് നൽകുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരാരും പോലീസിലോ ബന്ധപ്പെട്ട സംവിധാനങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാത്തത് എന്നൊരു പ്രശ്നം വരുന്നില്ലേ? തീർച്ചയായും വിൻസി അലോഷ്യസിൻ്റെ കാര്യത്തിലും ഇത്തരത്തിൽ തന്നെ, അതായത് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ വിൻസി അലോഷ്യസും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് താൻ അന്വേഷണവുമായി, അതായത് ഇത്തരത്തിൽ സിനിമാ സംഘടനകൾ നടത്തുന്ന അന്വേഷണവുമായി കൃത്യമായി തന്നെ സഹകരിക്കും എന്നുള്ളതാണ്. എന്നാൽ നിയമ നടപടികളുമായി, അതായത് പോലീസിനോ മറ്റ് സംവിധാനങ്ങൾക്കോ ഒന്നും തന്നെ പരാതി നൽകില്ല എന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായൊരു സാഹചര്യം തന്നെയാണ് ഈ പുതുമുഖ നടിയിൽ നിന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതായത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ലൈംഗിക ചുവയോടുകൂടി ഒരാൾ തന്നോട് പെരുമാറുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ലഹരി പദാർത്ഥമെന്ന് സംശയിക്കുന്ന വെള്ളപ്പൊടി ആ ഒരു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തു വരുന്നു. ഇതൊക്കെ കണ്ടിട്ടും നിയമപരമായ ഒരു നടപടിയിലേക്കും പോകാതെ സിനിമാ സംഘടനയ്ക്കകത്ത് പരാതി മാത്രം നൽകി അതിനെ ലഘൂകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എങ്കിലും നിയമപരമായ ഒരു നടപടിയിലേക്ക് ആരും തന്നെ നിലവിൽ പോയിട്ടില്ല. ഇപ്പോൾ വിൻസി അലോഷ്യസിന്റെ പരാതി ആദ്യം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എങ്കിലും വിൻസി അലോഷ്യസും ഇത്തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോകില്ല എന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം അത് ഒത്തുതീർപ്പിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ വിൻസി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. അത് അത്തരത്തിലുള്ള അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ട്. ലൈംഗിക ചുവയോടുകൂടി താരം തന്നോടും പെരുമാറിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ആ ഒരു വെള്ളപ്പൊടി താരം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ താരത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന താനും കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുമായി നിലവിൽ ഒരു പുതുമുഖ നടി കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ അത്തരത്തിലുള്ള പരിഹാരമുണ്ടാകൂ എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ അത്തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനോ പരാതി നൽകുവാനോ നിലവിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. താരസംഘടനയായ അമ്മയ്ക്ക് മാത്രമാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. മനു.
ശരി, നോക്കാം. എന്തായാലും അവർ ഇനി നിയമപരമായി പോലീസിന് പരാതി നൽകുമോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പോൾ AMMയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അവരുടെ തുടർ നടപടികൾ ഏത് തരത്തിലുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. നേരത്തെ വിൻസിയുടെ പരാതി ഏകദേശം ഒത്തുതീർപ്പാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി ഈ അപർണ ജോൺസിന്റെ പരാതിയിൽ എന്ത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കുമെന്നതും നമുക്ക് കാത്തിരുന്ന് കാണാം. വിവരങ്ങളാണ് അമൽ നൽകിയത്.